ഇന്ത്യക്കാരെ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് നാടുകടത്തിയ സംഭവത്തിൽ വൻ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. പാർലമെന്റിനകത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് എം പി മാണിക്യം ഠാക്കൂർ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു. ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക മനുഷ്യത്വരഹിതമായി നാടുകടത്തിയതിനെക്കുറിച്ചും ഇന്ത്യൻ ജനതയെ അപമാനിക്കുന്നതും മോശമായി പെരുമാറുന്നതും തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചർച്ച ചെയ്യണമെന്നും മാണിക്യം ഠാക്കൂർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടു. ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നത് കാണേണ്ടി വന്നത് വളരെ വേദനാജനകവും അപമാനകരവുമാണ്. ഈ സർക്കാർ എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്രയും നിശബ്ദത പാലിക്കുന്നതെന്നും മാണിക്യം ഠാക്കൂർ ചോദിച്ചു. ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക നാടുകടത്തുന്നത് ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് രാജ്യസഭയിൽ റൂൾ 267 പ്രകാരം ബിസിനസ് സസ്പെൻഷൻ നോട്ടീസും നൽകി. വിഷയത്തിൽ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഇവിടെ ധാരാളം ചർച്ചകൾ നടന്നിരുന്നു. ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് നമ്മുടെ വിമാനം അയക്കാൻ കഴിയുമായിരുന്നല്ലോ. പ്രധാനമന്ത്രി ഇതിനെല്ലാം ഉത്തരം നൽകണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്തൽ അത്യന്തം നിർഭാഗ്യകരമെന്ന് ACC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എം പിയുമായ KC വേണുഗോപാലും അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ സൈനിക വിമാനത്തിൽ വിലങ്ങ് വെച്ച് ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടിറക്കുന്ന കാഴ്ച ഇന്ത്യക്ക് അപമാനകരമാണ്. കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ ഈ നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തിന് തന്നെ അപമാനകരമായ ഇത്തരം പ്രവണതകൾ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒഴിവാക്കാൻ കഴിയാതിരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നയതന്ത്ര പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ നടത്തിയ നയതന്ത്ര ചർച്ചകൾ എന്താണെന്നറിയാൻ താൽപ്പര്യമുണ്ട്. നാട് കടത്തുന്നവരുടെ ലിസ്റ്റിൽ 18,000 ഇന്ത്യക്കാരുണ്ടെന്നാണ് അറിയുന്നത്. ഇനിയും ഇതുപോലുള്ള സൈനിക വിമാനങ്ങളിൽ ഇന്ത്യൻ പൗരന്മാരെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുവരുമോ എന്ന് അറിയേണ്ടതുണ്ട്. കുടിയേറ്റക്കാർ എങ്ങനെയുണ്ടായെന്ന് നമുക്കറിയാം. ഇവിടെ ജോലി ലഭിക്കാതെ വന്നപ്പോൾ കുടിയേറിയവരാണ് മിക്ക ആളുകളും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കുടിയൊഴിക്കപ്പെടുന്നവരിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ നിരപരാധികളായ നിരവധി പേരുണ്ടെന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാടില്ല. പാർലമെന്റിൽ ഇത് സംബന്ധിച്ച ചർച്ച വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അമേരിക്ക പറയുന്നതെല്ലാം അതേ രീതിയിൽ നടപ്പിലാക്കാമെന്ന് ഇന്ത്യ തീരുമാനിച്ചാൽ അത് രാജ്യത്തിന് അപമാനകരമാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഉത്തരവാദിത്തബോധത്തോടെ ഇടപെടുന്നില്ല. എന്നാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങളോടും പാർലമെന്റിലും പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അമേരിക്കയിൽ നിന്നുള്ള സൈനിക വിമാനം ഡൽഹിയിൽ ഇറക്കാതെ അമൃത്സറിൽ ഇറക്കിയതും വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്.